കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. 2025 നമ്മുടെ ഫസ്റ്റ് കാലിഫോർണിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വ്ളോഗിലുള്ളത്. റോഡിലൊക്കെ നിറയെ സ്ലിക്ക് സ്പോട്ട്സ് ഉണ്ട്, അതായത് ബ്ലാക്കേഴ്സ് ഉണ്ട് എന്നുള്ള വാർണിങ്സ് എല്ലാം ഉണ്ട്. ഇപ്പോഴും ഇരുട്ട് തന്നെയാണ്, പൂർണ്ണമായിട്ട് നേരം വെളുത്തിട്ടില്ല. ടെമ്പറേച്ചർ -7, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണമെന്നാണ് മൊത്തം അഡ്വൈസറി. ചെറിയ വെറ്റ് സിറ്റുവേഷനും കൂടെയാണ് പൊതുവെ അന്തരീക്ഷം കേട്ടോ. അത് നമ്മുടെ വിൻഷീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രോസ്റ്റ് പിടിച്ചിരിക്കുന്ന കണ്ടോ. നമ്മളിപ്പോൾ വൈപ്പർ ഇട്ടാലും ഈ സാധനം പോകുകയല്ലേ, കാരണം ഐസ് ഇങ്ങനെ ഫ്രോസ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട്. ഓ മൈ ഗോഡ്, ഫ്രണ്ടിൽ എന്തോ അപകടം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വണ്ടി ജാക്ക് നൈഫായി മറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളവുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര പയ്യെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവ് ഉണ്ടല്ലോ, ഡ്രൈവിൽ ആ ഒരു ആക്സിൽസ് അങ്ങ് ഒരു പരിധി വിട്ടിച്ചിരി പവറോട് കൂടി കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജാക്ക് നൈഫ് ആവും. ജാക്ക് നൈഫ് എന്നാന്നൊക്കെ നമ്മുടെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും പറയുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ ട്രെയിലറും ട്രാക്ടറും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 2 ഭാഗങ്ങളാണല്ലോ. അപ്പോൾ ഈ 2 ഭാഗങ്ങൾ ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞ് സ്റ്റക്കായി പോകുന്നതിനാണ് ജാക്ക് നൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ പോണ ഈ വണ്ടികളെല്ലാം ഫ്ലാഷേഴ്സ് ഇട്ട് പോണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്കേഴ്സ് ആണ്, സ്ലോ മൂവിങ് വെഹിക്കിൾസ് ആണെന്ന് നമ്മുടെ പുറകെ വരുന്ന വണ്ടികളെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫ്ലാഷേഴ്സ് ഇട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾ ഈ വാണിംഗ് കണ്ടോ, ഈ ചെളിയോ അല്ലെങ്കിൽ സ്നോയോ അല്ലെ ഫ്രോസ്റ്റോ ഒക്കെ അടിച്ചു കയറി നമ്മുടെ സെൻസറുകളൊക്കെ ലോക്കായി കഴിയുമ്പോഴാണ്, അല്ല ഈ ചെളിയൊക്കെ അടിച്ചിട്ട് സെൻസറൊക്കെ ബ്ലോക്ക് ആവില്ലേ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള വാണിങ്ങുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെൻസർ ലൊക്കേറ്റ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ പൊക്കോളും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല വീഡിയോകളിലും ഇതുപോലെ നമ്മുടെ സ്ക്രീനും ഡാഷും എല്ലാം ശ്രദ്ധിച്ചിട്ട് എന്തൊക്കെയാണ് വാർണിങ്സ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തുമ്പോൾ നമ്മുടെ ലൈറ്റുകളെല്ലാം, ഇപ്പോൾ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണേ. അല്ലെങ്കിൽ ഇത് പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മൂടി, ഇപ്പോൾ ചെളിയൊക്കെ അടിച്ച് മൂടിക്കിടന്നു കഴിഞ്ഞാൽ ലൈറ്റൊന്നും മറ്റുള്ളവർക്ക് വിസിബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ ലൈറ്റുകൾ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെയുള്ള സെൻസറുകളും ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ വെച്ചിട്ടോ അങ്ങ് തുടച്ചങ്ങ് വിട്ടേക്കും. അപ്പോൾ അതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് ഇൻഡിക്കേഷനൊക്കെ തന്ന് വർക്ക് ചെയ്യുമല്ലോ. ശരിക്കും ഇപ്പം എവിടെയെങ്കിലും നിർത്താൻ പറ്റുമായിരുന്നെന്നുണ്ടെങ്കിൽ നല്ല കിടുക്കൻ വിഷ്വൽസാണ്. കാരണം ഈ മരത്തേലൊക്കെ ഫ്രോസ്റ്റ് പിടിച്ചിട്ടുണ്ടല്ലോ, മരത്തേലൊക്കെ ഫ്രോസ്റ്റ് പിടിച്ചിട്ട് മരച്ചില്ലയൊക്കെ വെളുത്തിരിക്കുന്ന ഒരു നല്ല രസമായിട്ടുള്ള സെറ്റപ്പുകളാണ്. ഞാനൊന്ന് റെസ്റ്റ് ഏരിയ നിർത്താൻ നോക്കി, പക്ഷെ ആ റെസ്റ്റ് ഏരിയ അവർ ക്ലോസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റിയില്ല. മറ്റെവിടെയെങ്കിലും നിർത്തുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിഷ്വൽസ് കാണിക്കാവേ. നമ്മുടെ ഒൻറ്റാറിയോ സമയം 9:15. അപ്പോൾ ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 7:15 ആയിരിക്കണം. എന്നാലും അങ്ങ് നേരമൊന്നും അങ്ങ് വെളുത്തിട്ടില്ല, അങ്ങ് പരപര വെളുത്ത് വരുന്നതേ ഉള്ളൂ. അവിടെ മറ്റൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഓ, അത് ആക്സിഡന്റ് മാത്രമല്ല കേട്ടോ, ഏതോ ഒരുത്തനെ ചേസ് ചെയ്ത് പിടിച്ച് അങ്ങനെ വിലങ്ങൊക്കെ ഇട്ട് മേല് നിറയെ തപ്പുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പക്ഷികൾ പറക്കുന്നത് കണ്ടോ നിങ്ങൾ? -8 ടെമ്പറേച്ചറിലാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ, ഇഷ്ടംപോലെ പശുക്കളും ഒക്കെ സൈഡിലുണ്ട്. ഇതൊന്നും തണുക്കുകയല്ലെന്നാ. സാധാരണ പക്ഷികളൊക്കെ ഇത്രയും -10 ടെമ്പറേച്ചറിൽ വിന്ററിൽ ഇവിടുന്ന് മറ്റേ
നമ്മൾ പറയുന്ന പോലെ തീർത്ഥാടന പക്ഷികളുണ്ടല്ലോ, മൈഗ്രേഷൻ ചെയ്ത് പോവാറാണ് പതിവ്. പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, എല്ലാം പറന്ന് കിടപ്പുണ്ട്. വേണ്ട മുന്നിലും ഉണ്ട് ഇഷ്ടം പോലെ. പുഴയൊക്കെ വേണ്ട നന്നായിട്ട് തണുത്ത് വിറങ്ങലിച്ച് ഐസായി കിടപ്പുണ്ട്. ബ്രേക്ക് എടുക്കാന്ന് ഓർത്ത് റെസ്റ്റ് ഏരിയയിലേക്ക് കയറ്റുക. പക്ഷെ അവിടെ തീരെ സ്പേസ് ഇല്ല, എല്ലാ സ്പേസും ഫുള്ളാട്ടോ. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഇവിടെ കുറച്ച് സ്പേസ് മാത്രമുള്ള ഒരു ചെറിയ റെസ്റ്റ് ഏരിയ. അതേണ്ട ഈ മാവർക്ക് എന്ന് പറയുന്ന ഈ ഒരു ട്രക്ക് സ്റ്റോപ്പിൽ അരമണിക്കൂർ ബ്രേക്ക് നിർത്താന്നോർത്താണ്. നമ്മുടെ ഡ്രൈവിംഗ് ടൈമാണ് തീരാറായി. അരമണിക്കൂർ ബ്രേക്ക് എടുത്താലേ ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ടൈം റീസെറ്റ് ആവുള്ളൂ. വേണ്ട എവിടെ കാണും. എന്തായാലും നമ്മൾ ബ്രേക്കിൽ നിർത്തിയപ്പോഴത്തേക്ക് നമ്മളെ അർജുൻഭായ് വർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന മാവർക്ക് എന്ന് പറയുന്ന ഈ ട്രക്ക് സ്റ്റോപ്പ് കണ്ടോ, നെബ്രാസ്കയിൽ നിർത്തുമ്പോൾ മാത്രമേ നമ്മൾ മാവർക്കിൽ നിർത്താറുള്ളൂ കേട്ടോ. അത്യാവശ്യം മോശമല്ലാത്ത അടിപൊളി ഒരു ട്രക്ക് സ്റ്റോപ്പാണ്. പക്ഷെ ലൗസിൻ്റെയും പൈലറ്റിൻ്റെ അത്രയും ഒന്നും വലുതല്ല. ക്യാബിന് ഈ തണുപ്പ് ഫീൽ ചെയ്തായിരുന്നു, നല്ല ചൂടായിരുന്നു. എൻ്റെ ഒരു പ്രതീക്ഷ ബ്രേക്കിന് നിർത്തുമ്പോഴത്തേക്കും കലകം കുറച്ച് വിഷ്വൽസ് ഒക്കെ നമുക്ക് അടിക്കാം എന്നൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഉള്ള സ്ഥലത്ത് നമുക്ക് കിട്ടിയില്ല. ആ റെസ്റ്റ് ഏരിയയിലൊക്കെ ആയിരുന്നെങ്കിൽ മരത്തേലൊക്കെ കുറച്ച് ഫ്രോസ്റ്റി ആയിട്ട് നിൽക്കുന്ന കുറച്ച് സെറ്റപ്പുകളൊക്കെ നമുക്ക് കിട്ടിയാനേ. ഇപ്പം നമ്മൾ നിർത്തിയേക്കുന്നിടത്ത് അത്രയ്ക്ക് ഒരു സെറ്റപ്പ് ഇല്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് വിപരീതമായത് പുറകിലേക്ക് വന്നപ്പോൾ കുറച്ച് പശുക്കളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് അതിനെ കുറച്ച് എടുക്കാം. ഫ്ലോർ എന്ന് പറഞ്ഞോണ്ടല്ലോ, നമ്മൾ ബ്ലാക്ക് ഐസാന്ന് പറയില്ലായിരുന്നോ, പുറത്തിറങ്ങിയപ്പോഴാണ് കറക്റ്റ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേണ്ട ഇപ്പം നിലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്നേലും തോന്നുമോ, അവിടെ കുറച്ച് ചെറിയ ചെറിയ ഐസൊക്കെ കിടപ്പുണ്ട്. പക്ഷെ എന്നാലും വേണ്ട ഇത് നോക്കിക്കോണേ, ഐസിൻ്റെ ഒരു ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ തന്നെ നിന്ന് കാണിച്ചു തരാം. വേണ്ടേ നമുക്ക് ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്ന പോലെ തെന്നിത്തെറിച്ചു പോകും. പക്ഷെ ഇന്നിപ്പം എന്തായാലും വലിയ കട്ടി കുറവാണ് ഒരു പാളിക്ക് കേട്ടോ. ഈ സാധനത്തിന് കട്ടി കൂടുമ്പോഴാണ് നമുക്ക് റിയലി ഡേഞ്ചർ ആവുന്നത്. ടയർ അങ്ങ് തെന്നി തെറിച്ചു പോകും. ഇവിടെയൊക്കെ ചില ടയറുകൾ തെന്നിയേക്കുന്നതിൻ്റെ കണ്ടോ. അധികം നേരം ഒന്നും പുറത്ത് നിൽക്കാൻ പറ്റിയല്ല കേട്ടോ. കൈയൊക്കെ അങ്ങ് ഫ്രോസ്റ്റ് ആയിട്ട് അങ്ങ് ഒരു രക്ഷയില്ല, കൈയൊക്കെ വേദന എടുക്കുന്നു.
നേരത്തെ ബ്രേക്കിന് നിർത്തിയപ്പോഴത്തേക്കും പുല്ലേലൊക്കെ ഇങ്ങനെ ഫ്രോസ്റ്റ് പിടിച്ചിരിക്കണാണ്ടില്ലേ വെളുത്ത്. പല മരങ്ങളിലൊക്കെ മരങ്ങളുടെ ഇലയിലും ചില്ലയിലും ഒക്കെ ഇങ്ങനെ ഫ്രോസ്റ്റ് പിടിച്ച് നല്ല കനത്ത് നല്ല കട്ടിയിൽ നിന്നിട്ട് മൊത്തത്തിൽ ഒരു വെള്ള ഇലകളും മരങ്ങളും ഒക്കെ ഉള്ള മരങ്ങൾ പോലത്തെ സെറ്റപ്പാണ്. പക്ഷേ ഇതൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്കിവിടെ നിർത്തി അതിൻ്റെ ക്ലോസപ്പ് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എവിടെയെങ്കിലും നല്ല റെസ്റ്റേരിയയുടെ ഒക്കെ സൈഡിൽ അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലോസപ്പ് വിഷ്വൽസ് കാണിക്കാം. നല്ല കിടുക്കൻ വിഷ്വൽസ് ആയിരിക്കും. അതെ, മരങ്ങളുടെയൊക്കെ ക്ലോസപ്പ് വിഷ്വൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കും റെസ്റ്റേരിയ ആണ് എല്ലാം ക്ലോസ്ഡ്. എനിക്കറിയാൻ പാടില്ല അതെന്നാന്ന്. ചിലപ്പം അതിൻ്റെ അകത്തെല്ലാം എല്ലാം ഫ്രോസ്റ്റായിട്ട് കിടന്നിട്ടാണോ എന്താണ്. എല്ലാ റെസ്റ്റേറിയയും ക്ലോസ്ഡാണ്. മൊത്തത്തിൽ ഒരു ഫോഗി സെറ്റപ്പാണ്. അതൊരു സുഖമില്ല. ടെമ്പറേച്ചർ ഇപ്പോഴും -6 തന്നെയാണ്. ഫോഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അതികഠിനമായ ഫോഗാണ്. റോഡും നല്ല സ്ലിപ്പറി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും നല്ല ഫ്രണ്ടിലത്തെ വണ്ടിയായിട്ട് നല്ല ഡിസ്റ്റൻസ് ഇട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം എമർജൻസി ആയിട്ടൊന്ന് ബ്രേക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തെന്നിത്തെറിച്ച് താഴെ കിടക്കും. മരങ്ങളുടെ കുറച്ച് ക്ലോസപ്പ് ഷോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യണം. ഇൻസ്റ്റയില് 20K അടിക്കാറായല്ലോ. നമ്മൾ നേരത്തെ വെള്ള മരങ്ങളുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. മഞ്ഞൊക്കെ വീണ് ഇങ്ങനെ തണുത്തുറഞ്ഞ് ക്രിസ്മസ് കാർഡിലൊക്കെ കാണുന്ന ടൈപ്പ്. അതുകൊണ്ട് ഇപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റ് ഏരിയ നിർത്തിയതാണ്. നമുക്ക് അത് പോയി കണ്ടിട്ട് വരാം. വേണ്ട, ടെമ്പറേച്ചർ ഇപ്പോഴും -5 -6 അതിൽ കിടന്ന് കളിക്കുവാണ്. എന്തായാലും വണ്ടി നിർത്തിയ സ്ഥിതിക്ക് നമുക്ക് ആദ്യം പോയി വാഷ്റൂമൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് വരാം. അല്ല പിന്നെ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് മുള്ളാൻ മുട്ടി കഴിഞ്ഞാൽ പാടായിരിക്കും. വേണ്ട, നടക്കണ റോഡിലെല്ലാം ഇങ്ങനെ ഐസിൻ്റെ പാളികൾ നിറയെ ബ്ലാക്ക് ഐസ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ തെന്നി തെറിച്ച് താഴെ വീഴും. എനിക്കാണോ റെസ്റ്റ് ഏരിയയിലേക്ക് പോകാനുള്ള വഴി ഇതാ. ഈ ടൈലൊക്കെ നന്നായിട്ട് തെന്നിയാണ് കിടക്കുന്നത്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ഇത് കണ്ട ഐസ് ഉണ്ടെന്ന് പറയല, പക്ഷെ കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കും തെന്നി പോകുന്നുണ്ട്. ഓ നോക്കതേ, പുറത്തുനിന്ന് തന്നെ കണ്ടോ അല്ല കിഡിലും കാഴ്ചകളാ. ചെറിയൊരു നമ്മളെന്നാ പറഞ്ഞെന്നുള്ളതിൻ്റെ ചെറിയൊരു ട്രെയിലർ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ആലോചിച്ച് എന്താ സെറ്റപ്പ് എന്ന്. ഐസ് പിടിച്ചിരിക്കുന്നുണ്ടോ? ഈ സാധനമാണ് നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഈ മരം നിറയെ വെളുത്ത ക്രിസ്മസ് കാർഡിലൊക്കെ കാണുന്ന ടൈപ്പ് മരം ഉണ്ടല്ലോ, അതുപോലെ ആയിട്ട് തോന്നും. കിടുക്കൻ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് അത് കാണിക്കാവേ. പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെബ്രാസ്ക ക്രോസ് ചെയ്ത് വയോമിങ്ങിൽ കയറിയായിരുന്നു കേട്ടോ. നെബ്രാസ്കയിൽ നിന്ന് വയോമിങ്ങിൽ കയറുമ്പോൾ ആ എൻട്രൻസിൽ തന്നെയുള്ള ഫസ്റ്റ് എക്സിറ്റിലെ ഒരു റെസ്റ്റ് ഏരിയ ആണിത്. ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടി പറഞ്ഞാണേ. കുറച്ച് പാർക്കിങ്ങും പിക്നിക് സ്പോട്ട്സും പിന്നെ റെസ്റ്റ് റൂംസും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റ് ഏരിയ. ഏട്ടാ, ഈ നിൽക്കണ മരത്തിൻ്റെ സെറ്റപ്പ് കണ്ടോ? അകലെ നിന്നുള്ള വിഷ്വൽസിൽ ഒരു വെള്ള മരം നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിയല്ലേ, ചില ക്രിസ്മസ് കാർഡിലൊക്കെ കാണുന്ന പോലെ. ഇതാണ്ട് പുല്ലേലൊക്കെ ആണെങ്കിലും ഫ്രോസ്റ്റ് പിടിച്ചിട്ടേ നല്ല വെളുത്ത് നിൽക്കുന്ന പുല്ല് കേട്ടോ. എന്ത് ഭംഗിയാ നോക്കിക്ക്. പുല്ലേലൊന്നും ചവിട്ടാനേ തോന്നിയല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന വിൻ്ററിൻ്റെ മനോഹാരിത. പക്ഷേ ഈ മനോഹാരിതയുടെ എല്ലാം പുറകിൽ എക്സ്ട്രീം ഡേഞ്ചറാണ്. ആലോചിച്ച്, റോഡും ഇതുപോലെ തന്നെ ഫ്രോസ്റ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ എത്രമാത്രം തെന്നുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും നമ്മൾ ഓടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. മരത്തിൻ്റെ ചില്ലകളാ ആലോചിച്ച് നിറയെ. അധിക നേരം ഒന്നും പുറത്ത് വെക്കാൻ പറ്റിയല്ലോ കേട്ടോ. -5 നമ്മുടെ കൈയൊക്കെ അങ്ങ് ഫ്രോസൺ ആയിട്ട് വേദന എടുക്കുന്നു. നമുക്ക് പോയേക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വയോമിങ്ങിലെ ഷെയ്ൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഷെയ്നിലും സ്ഥിതിഗതികളൊന്നും വ്യത്യാസമല്ല, എല്ലാം സെയിം ആയിട്ട് തന്നെ. ആ പഴയ ഫോഗും ടെമ്പറേച്ചർ ആണെങ്കിലും നല്ല തണുത്തുറഞ്ഞ് അങ്ങനെ വണ്ടികളൊക്കെ പയ്യെ പയ്യെ പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഷെയ്നും ലാർമിയൊക്കെ വയോമിങ്ങിലെ ചുരുക്കം ചില മേജർ സിറ്റീസിൽ പെട്ടത്. ഈ കാറുണ്ടോ? അപ്പോൾ വെളുത്തിരിക്കുന്നതൊക്കെ ഫ്രോസ്റ്റ് പിടിച്ചിട്ട് ഇരിക്കുന്നതാണ്. അതായത് സ്നോ വീണ് കിടക്കുന്നതല്ല, കാർ അവിടെ കിടന്നിട്ട് ആ കാറിൻ്റെ മുകളിൽ മോയ്സ്ചർ പിടിച്ചുണ്ടായേക്കുന്ന ഫ്രോസ്റ്റ്. എന്തായാലും ലാർമിയോട് അടുക്കുമ്പോഴത്തേക്കും എന്താ പയ്യെ ഫോഗെല്ലാം ക്ലിയറായി, സണ്ണൊക്കെ ഒന്ന് പുറത്ത് ചാടി കേട്ടോ. ആ ഫോഗിൻ്റെ ഒരു സെറ്റപ്പ് നമ്മുടെ നാട്ടിലെ പോലെ രണ്ട് സൈഡിലും ഈ മൂന്നാറിലൊക്കെ കാണുന്ന പോലെ നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ളിടത്തായിരുന്നെങ്കിൽ കിടിലനായേനെ. പക്ഷേ ഇപ്പം നമ്മുടെ ഈ ഒരു പ്രദേശം കണ്ടോ, ഈ മഞ്ഞച്ച് കിടക്കുന്നതുകൊണ്ടേ, കാരണം വിൻ്റർ ആയതുകൊണ്ട് ഈ പുല്ലും കാര്യങ്ങളും എല്ലാം ആ ഒരു ബ്രൗൺ കളറിലാണല്ലോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആ ഒരു ഭംഗിയില്ല. നമ്മുടെ നാട്ടിലെപ്പോഴും പച്ചപ്പാണല്ലോ. അതിൻ്റെ വ്യത്യാസം ഈ വിൻ്റർ സീസണാണ് കേട്ടോ. സമ്മറിലാണെങ്കിൽ കുറച്ചവിടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാകാൻ, പക്ഷെ അന്നേരം ഫോഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും വെതർ പയ്യെ ക്ലിയറായി, പക്ഷെ ടെമ്പറേച്ചർ ഇപ്പോഴും -5 തന്നെയാണ് ഇവിടെ. ഇനി മുന്നോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒരു കർട്ടൻ മാറ്റുന്ന ലാഘവത്തോടു കൂടിയാണ് ടെമ്പറേച്ചർ മാറാൻ തുടങ്ങിയത്. ഒരു സ്ഥലത്ത് പെട്ടെന്ന് എത്തിയപ്പോഴത്തേക്കും നിപ്പി ഫോഗ് അങ്ങ് മാറുകയും സൺലൈറ്റ് കാണുകയും ഒരു മേഘത്തിൻ്റെ അകത്തുനിന്ന് അപ്പം ചില സമയത്ത് നമ്മൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കും ഭയങ്കര പുകയായിട്ട് ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ അടുക്കളയുടെ കഥയിൽ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഡിഫറൻസ് അല്ലേ. അതുപോലൊരു ചേഞ്ച് ആയിരുന്നു വെതറിൽ. അതോടൊപ്പം തന്നെ വേണ്ട ടെമ്പറേച്ചർ ഒന്ന് മൊത്തത്തിൽ താഴാൻ തുടങ്ങി. നമ്മുടെ മിററിൻ്റെ സൈഡിലും വിൻഷീൽഡിലും ഒക്കെ പിടിച്ചിരുന്ന ഐസെല്ലാം മെൽറ്റായി പോയി. ടെമ്പറേച്ചർ വേണ്ട -6 നിന്ന് ഇപ്പം -1 ആയി. വയോമിങ്ങിലെ ലിങ്കൺ മോണ്യുമെന്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റ് ഏരിയ ആണിത്. നമ്മുടെ പ്രസിഡന്റ് അബ്രഹാം ലിങ്കണിന്റെ ഫേസ് ഒക്കെ ആയിട്ട് ഈ ഒരു ഏരിയയോടുകൂടി ഇതേണ്ട ജോഗ്രഫിയൊക്കെ ഒന്ന് മാറി. ഇത്രയും നേരം പുല്ലും പരന്ന പ്രദേശമൊക്കെ അല്ലായിരുന്നു. ഈ ഒരു ഏരിയയിൽ നല്ല അടിപൊളി കുറച്ച് ചെറിയ കുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ ചെങ്കല്ല്, ഈ ഗ്രാൻഡ് കാനിയൻ ഏരിയയിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ ചെങ്കല്ലും സെറ്റപ്പുകളൊക്കെ ഉള്ള അടിപൊളി ഒരു ഏരിയ. ഈ കല്ലിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ വെളുത്ത മഞ്ഞ് വീണ് കിടന്നിട്ടുണ്ടല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം അടിയിൽ ചുമന്ന കല്ലും മുകളിലാണ് പൗഡർ ഇട്ട പോലെ സ്നോയും പെയ്ത് കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം.
ഏകദേശം 3 മണി 6 ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ലൗസ് കിട്ടി കേട്ടോ. ലാറമിയിലെ ലൗസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്താറുള്ള ഒരു അടിപൊളി ലൗസാണ്. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അർജുൻബായിക്ക് ഒന്ന് കുളിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഷിഫ്റ്റ് തുടങ്ങാമല്ലോ. അതായത് ഷിഫ്റ്റ് മാറാൻ നിർത്തിയ സ്ഥിതിക്ക് ഞാൻ പോയി ഒരു കാപ്പി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. സാധാരണ കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കാപ്പി അല്ലെ ജീരകവെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടായിട്ടുള്ള എന്തെങ്കിലും കുടിക്കുന്ന ഒരു പതിവുണ്ടേ. അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ബമ്പർ കണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുൻബായി പാർക്ക് ചെയ്തിട്ടിരുന്നപ്പോഴത്തേക്കും ബ്രേക്ക് എടുക്കാൻ വേണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്ന ആ സമയത്ത് ഒരു ചൈനക്കാരൻ വന്ന് അതിൻ്റെ സൈഡ് ഇടിച്ച് പൊട്ടിച്ചിട്ട് അത് നമുക്ക് ഊരി കളയേണ്ട വന്നു. പുള്ളി പൈസയൊക്കെ തന്നു, പക്ഷെ നമ്മുടെ ആ ബമ്പർ പോയ കാരണം ഒരു ലുക്കില്ലേ. അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ബമ്പർ ഒരു സൈഡ് മുഴുവൻ ഇടിച്ച് ചളുക്കി കളഞ്ഞായിരുന്നു. വേണ്ട നമ്മുടെ ബമ്പറിലെല്ലാം പിടിച്ച് കിടന്നിരുന്ന ഐസെല്ലാം ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് മെൽറ്റായി താഴെ വീഴുക. വേണ്ട നമ്മുടെ ഗ്ലാസ്സിലൊക്കെ പിടിച്ച് കിടക്കണ ഐസ് കണ്ടോ, നോക്കിക്കേ. ചിലപ്പോൾ തൊട്ടാ താഴെ പോരും കേട്ടോ. ഈ ഇമാതിരി ഐസാണ് അപ്പം നമുക്ക് വിൻഷീൽഡിലും കയറി പിടിക്കുന്നത്. ഒരു വിധത്തിലത് വൈപ്പറൊക്കെ ഇട്ട് വൈപ്പറിലാണെങ്കിലും കയറി പിടിക്കണൊക്കെ ഇടയ്ക്ക് കൊട്ടിക്കളയണത് നിങ്ങൾ കണ്ടില്ലേ. ഈ രീതിയിലുള്ള ഐസായിരിക്കും നമുക്ക് പിടിക്കുന്നത്. അർജുൻബായി വരുമ്പോഴത്തേക്ക് നമുക്ക് ടയറൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. വേണ്ട ഞാൻ നേരത്തെ നിങ്ങളോട് സെൻസർ മുഴുവൻ ചെളിയായിട്ട് അത് ഡിസേബിൾ ആവുമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കാര്യത്തിൽ നോക്കിക്കേ. ഇത്രയും ചെളി ഇവിടെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ആർക്കല്ലേ ലൈറ്റ് കാണാൻ പറ്റുമോ, പ്രത്യേകിച്ച് പകൽ. അപ്പോൾ അത് നമ്മൾ വേണ്ട ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കണേ, എന്നാലേ അത് വിസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ സെൻസർ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിൻ്റെ അകത്തെ പ്രോപ്പറായിട്ടുള്ള ലെയിൻ ഡിറ്റക്ഷനും മറ്റേ ക്രൂസ് കൺട്രോളിൻ്റെ പരിപാടികളും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഷിഫ്റ്റ് ചേഞ്ചിനൊക്കെ ശേഷം നമ്മുടെ അർജുൻബായി ചാർജ് എടുത്തിരിക്കുകയാണ്.